എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി എനിക്ക് അതിന് ഇൻട്രോ പറയാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ അതായത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എയർപോർട്ടിലോട്ടുള്ള യാത്രയുടെ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ജൂബിച്ചേട്ടായുടെ വീട്ടിലേക്ക് വന്നു. അവിടുന്ന് ഉണ്ണിപ്പാപ്പനും സൻറ്റാൻറ്റിയൊക്കെ വന്ന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഉണ്ണിപ്പാപ്പനും സൻറ്റാൻറ്റിയൊക്കെയാണ് ഞങ്ങൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫുജേറയിൽ നിന്ന് ഷാർജയിലേക്ക് വന്ന ആ ഒരു കാര്യങ്ങളും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, പിന്നെ എയർപോർട്ടിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ ഞങ്ങൾ ജൂബിച്ചേട്ടായുടെ വീട്ടിലെത്തി. ഞങ്ങൾക്ക് ചേച്ചി സ്നാക്സൊക്കെ തന്നാണ് കണ്ടത്. ഞങ്ങൾ ചായ സ്നാക്സൊക്കെ കഴിക്കുമായിരുന്നു. പിള്ളേർ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ടാബിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഹേവലൂട്ടൻ ലിലിയ ചേച്ചിയുടെ കൂട്ടത്തിലിരുന്ന് കളിക്കുന്ന കാണുന്നേ. അങ്ങനെ ഇതേണ്ടേ കുട്ടിപ്പട്ടാളങ്ങൾ എന്താ കാണിക്കുന്നത് നോക്കിക്കേ. ഹെലമോൾ കുറേ കാർഡ്സൊക്കെ എടുത്ത് നിരത്തിയിട്ട് കളിക്കുന്നു. അവളുടെ കൂട്ടത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവൾ ആരെങ്കിലുമൊക്കെ വിളിച്ചെങ്കിലും ആരും വന്നില്ല. അപ്പോഴത്തേക്കും തന്നെ ഇരുന്ന് കളിക്കുന്നു. 1 2 3 എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കാണിച്ചു തരുന്ന കാണുന്നത്. പിന്നെ വേണ്ട പൊന്നു ചേച്ചി ഹേവലൂട്ടൻ എടുത്തു. പൊന്നു ചേച്ചിയുടെ കയ്യിലിരുന്ന് ഹേവലൂട്ടൻ സൂപ്പറായിട്ട് ഹെലമോൾ ഇടിക്കുന്ന കാണുന്നത്. ഹെലമോൾക്ക് വേന എടുക്കുന്നൊക്കെ ഹെലമോൾ പറയുന്നത് കേട്ടോ. ഇതുണ്ട് ഉണ്ണിപ്പാപ്പൻ്റെ സെൻറ്റാൻറ്റിയും താഴെ വണ്ടി പാർക്ക് ചെയ്യുന്ന കാണുക കേട്ടോ. പൊന്നുസും പിന്നെ മൈക്കിളും ഹെലനും ഹെയ്ഡനും എല്ലാം താഴേക്ക് പോയി. പിന്നെ മൈക്കിളും കയറി പോകുന്നു കേട്ടോ. അതുണ്ട് മൈക്കിളുമായിട്ട് ഹേവലൂട്ടൻ ഇരിക്കുന്നുണ്ടോ. ഞാൻ പറയായിരുന്നു മൈക്കിളൂട്ടനോട് ഹേവലൂട്ടനെ ഹോൾഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഹേവലൂട്ടൻ കണ്ട കാലിട്ട് കനക്കുന്ന മൈക്കിളിനെ ഒന്ന് പിടിക്കാനും വലിക്കാനും ഒക്കെയാണ് കേട്ടോ. നോക്കി എന്ത് രസമായിട്ട് ഇരിക്കുന്നതെന്ന്. പക്ഷെ മൈക്കിൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഹേവലൂട്ടൻ ഇങ്ങനെ മൈക്കിളിൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ചാരിയിരുന്നപ്പം മൈക്കിളിന് ഭയങ്കര ഇഷ്ടം. പക്ഷേ എടുക്കാൻ അറിയത്തില്ലാത്തൊരു കുഴപ്പം അതുള്ളൂ. അങ്ങനെ ഈ ഹാങ്കുട്ടനെ ഓടി കയറി വന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാണ് വന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അടിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഹെയ്ഡാപ്പി എത്തി. ഹെലമോൾ തിരിച്ച് കയറി വന്നു. അത് ഇസുബേബി കയറി വന്നില്ല കേട്ടോ. ഇസുബേബി തന്നെ കയറി വരാനായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു. അത് കാരണം അവിടെ താഴെ തന്നെ വെയിറ്റ് ചെയ്തു സൻറ്റയുടെയൊക്കെ കൂടെ. അങ്ങനെ ഞാനും ലിലിയ ചേച്ചിയും ഹേബലിനെയൊക്കെ എടുത്ത് ഞങ്ങൾ താഴേക്ക് പോകുന്ന കാണുന്നത്. ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇഹാങ്കുട്ടനും ഹെയ്ഡാപ്പിയും കൂടി ഓടി കളിക്കുന്നു. എൻ്റെ ഉണ്ണിപ്പാപ്പനും ഇച്ചുവും ജൂബിച്ചേട്ടായും കൂടെ അതായത് ലഗേജെല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ ഇതാ സൻറ്റാൻറ്റി എല്ലാവരും സെറ്റ് ചെയ്യുക. ഇസ് ബേബി ഇതേ നിൽക്കുന്നു. പിള്ളേരെല്ലാം സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സൻറ്റാൻറ്റി വിളിക്കാത്തതിലൊരു ചെറിയ പ്രതിഷേധമുണ്ട് ഹേവലൂട്ടിന്. വരണോ വേണ്ടോ, ഇത്ര നേരം എന്താ എടുക്കാത്തതെന്നുള്ള കൺഫ്യൂഷനിൽ ഇതാ ചാടിപ്പോകുന്നു. അങ്ങനെ ഉണ്ണിപ്പാപ്പനും സൻറ്റാൻറ്റിൻ്റെയും കയ്യിലെത്തി. ജൂബിച്ചേട്ടാണെങ്കിൽ എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്ന കാരണം അങ്ങനെ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി എല്ലാവരും താഴെ എത്തി. എല്ലാവരുടെയും മുഖത്തൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും കൂടി ട്രിപ്പൊക്കെ പോകുന്നത് കൊണ്ടും ഞങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളെ യാത്രയാക്കുന്ന ജൂബിച്ചേട്ടായാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. ജൂബിച്ചേട്ടയ്ക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഹെയ്ഡാപ്പി പോയിട്ട് ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഓടിപ്പോയി സ്ഥലത്ത് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അതായത് എയർപോർട്ടിനകത്ത് ട്രെയിനാണ് കേട്ടോ. ഇത് ട്രെയിനിലാണ് ഞങ്ങൾ എയർപോർട്ടിനകത്തൂടെ പോയത്. ഞങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇവിടെ എത്തി. ഇങ്ങനെ തയ്ച്ചു. ഹെയ്ഡാപ്പിയും ട്രെയിനിലിരിക്കുന്ന വീഡിയോ ആണിത്. ഹേബിളൂട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എയർപോർട്ടിനകമാണ് കേട്ടോ. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ലിഫ്റ്റിലേക്ക് പോവാം. കുറേ ലിഫ്റ്റുകളുണ്ട് കേട്ടോ. ഈ ലിഫ്റ്റിലെല്ലാം ആൾക്കാർ കയറുന്നതാണ് കാണുന്നത്. അങ്ങനെ ഹേവലൂട്ടനെയും കൊണ്ട് ഞാനിതാണ്ട് നടന്ന് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇതന്നെ ഇച്ചുവും ഹെലമോളും ഹെയ്ഡാപ്പിയും എയർപോർട്ടിനകത്തൂടെ നടന്നു പോന്നു. അങ്ങനെ ഞങ്ങൾ ഇതന്നെ ഡ്യൂട്ടി ഫ്രീ ഏരിയയിലെത്തി. ഇവിടുത്തെ കുപ്പികളും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് എന്തൊക്കെയാണ് ബ്രാൻഡുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഡ്യൂട്ടി ഫ്രീയിൽ തന്നെ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ. കിൻഡർ ജോയൊക്കെ വലിയ ഇതിരിപ്പുണ്ടായിരുന്നു. ഇത് പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ടൊരു ജ്യൂസ് വാങ്ങിച്ചു. ഹെയ്ഡാപ്പി ഹെലമോളും ജ്യൂസ് കുടിക്കുന്നത് കാണുന്നത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ അടിപൊളി തണുപ്പായിരുന്നു. ജ്യൂസിനാണെങ്കിൽ അതിലേറെ തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് 2 പേരുടെ ഷെയർ ചെയ്തു.
രണ്ടുപേർക്കും എയർപോർട്ടിൽ നിന്ന് കിട്ടിയ കൂളിംഗ് ഗ്ലാസ്സാണ് കേട്ടോ രണ്ടുപേരും വെച്ചിരിക്കുന്നത്. അങ്ങനെ ഹീഡാപ്പി എക്സ്കലേറ്ററെ കയറി എന്നിട്ട് തിരിച്ചോടി വന്ന് ഞങ്ങളോട് തന്നെ നടന്നു വന്നു. വേണ്ട ഹെലമോള് ജ്യൂസൊക്കെ ഉള്ളത് പിടിച്ചുകൊണ്ട് നടക്കുന്ന കാണുന്നത്.